അഹമ്മദാബാദ് എയർ ഇന്ത്യ വിമാന അപകടത്തിൽ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് ഈ വെള്ളിയാഴ്ച പുറത്തുവിടുമെന്ന് സൂചന. പിഴവോ മനഃപൂർവ്വമുണ്ടായ നടപടിയോ അപകടത്തിന് കാരണമായതാകാമെന്ന സാധ്യത തള്ളാനാവില്ലെന്നാണ് റിപ്പോർട്ട് പറയുന്നത്. വ്യോമയാന വ്യവസായ പ്രസിദ്ധീകരണമായ എയർ കറന്റിൻ്റേതാണ് ഈ റിപ്പോർട്ട്. DGCAയുടെ വ്യോമ സുരക്ഷാ നടപടികളിൽ MP-മാർ ഗുരുതരമായ ആശങ്കകൾ ഉന്നയിച്ചു. വിമാനാപകടത്തിൽ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം വ്യോമയാന മന്ത്രാലയത്തിന് സമർപ്പിച്ചിരുന്നു. റിപ്പോർട്ട് വെള്ളിയാഴ്ച പുറത്തുവിടുമെന്നാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങളിൽ നിന്നും ലഭിക്കുന്ന വിവരം. എഞ്ചിൻ ഇന്ധന നിയന്ത്രണ സ്വിച്ചുകളുടെ ചലനം കേന്ദ്രീകരിച്ചാണ് എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണമെന്നാണ് വിവരം. പിഴവോ മനഃപൂർവ്വമുണ്ടായ നടപടിയോ അപകടത്തിന് കാരണമായതാകാനുള്ള സാധ്യത തള്ളാനാവില്ലെന്നും റിപ്പോർട്ടുണ്ട്. വ്യോമയാന വ്യവസായ പ്രസിദ്ധീകരണമായ എയർ കറന്റാണ് ഈ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത്. അതേസമയം സിവിൽ ഏവിയേഷൻ സെക്രട്ടറി സമീർ കുമാർ സിൻഹ സഞ്ജയ് ജ അധ്യക്ഷനായ പാർലമെന്ററി സമിതിക്ക് മുന്നിൽ ഹാജരായി വ്യോമാപകടം സംബന്ധിച്ച് വിശദീകരിച്ചു. DGCAയുടെ വ്യോമസുരക്ഷാ നടപടികളെക്കുറിച്ച് MP-മാർ ഗുരുതര ആശങ്കകൾ ഉന്നയിച്ചു. കമ്മിറ്റിയുടെ മുൻ ശുപാർശകളിൽ പലതും ഏജൻസി നടപ്പാക്കാത്തതിനെ MP-മാർ ചോദ്യം ചെയ്തു. എയർ ഇന്ത്യ CEO, DGCA, എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ പ്രതിനിധികളും സമിതിക്ക് മുന്നിൽ ഹാജരായി. 24 ഡൽഹി.